പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA വിശിഷ്ട അതിഥിയായി എത്തിയ ഒരു സ്ഥലത്ത് വളരെ ഉയരത്തിൽ നിന്ന് താഴെ പോയൊരു വീഡിയോ കുറച്ച് ഭാഗം നമുക്ക് കാണാം. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA വന്ന് ഒരു വിശിഷ്ട അതിഥിയായി എത്തി വന്നിരുന്ന ഒരു ഗാലറിയാണ് നമ്മളിന്നിപ്പോൾ കാണുന്നത്. ആ ഗാലറിയിൽ വന്നിരുന്നപ്പോൾ പിന്നിലേക്ക് നോക്കിയപ്പം പ്രധാനപ്പെട്ട പല വ്യക്തികളെയായി അവരവിടെ കണ്ടു. പക്ഷേ അവർ എണീറ്റ് പതുക്കെ നടന്നപ്പോൾ അവരുടെ ഒരു കാല് മറ്റേ കാലിൽ ഉടക്കി അവർ നേരെ താഴെ വന്ന് പതുക്കുകയാണ് ചെയ്തത്. വലിയൊരു വീഴ്ചയായിരുന്നു. പക്ഷെ ആ സൈഡിൽ വെച്ചിരുന്ന റിബൺ അത് താൽക്കാലികമായിട്ട് വെറുതെ ഒന്ന് വെച്ചിരുന്നേ ഉള്ളൂ. അതിലൊരു വിലയില്ല. ഒരു മനുഷ്യൻ ഒരു അപകടം വരുമ്പം പെട്ടെന്ന് തൊട്ടടുത്ത കച്ചുതുരുമ്പിലായിരിക്കും പിടിക്കുന്നത്. അത് വെറുതെ മൈക്കിൻ്റെ സ്റ്റാൻഡ് പോലെ വെച്ചിരുന്നതേ ഉള്ളൂ, അവിടെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. മാഡം ആ സീറ്റിൽ നിന്ന് എണീറ്റ് പതുക്കെ മുന്നോട്ട് പോയപ്പോൾ മാഡത്തിൻ്റെ കാലുകൾ തമ്മിൽ ഒന്നുടക്കിപ്പോയി. അങ്ങനെയാണ് മാഡം തല കുത്തനെ നേരെ താഴെ വന്ന് വീണ് പ്രശ്നമുണ്ടായത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട അതിൻ്റെ വിശിഷ്ട വ്യക്തികളെയൊക്കെ വിളിച്ചിരുത്തിയെങ്കിലും അതിന് ഒരു ഉറപ്പില്ലാതിരുന്ന ഒരു സ്റ്റേജാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഗാലറിയിൽ മാഡം വന്ന് ഇരുന്നതിൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാരെ മാഡം കണ്ടു. എണീറ്റു മാഡത്തിൻ്റെ കാലുകളൊന്ന് തമ്മിൽ തട്ടിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ബാലൻസ് തെറ്റി. പക്ഷേ നമ്മൾ ബാലൻസ് തെറ്റുമ്പോൾ ആരായിരുന്നാലും തൊട്ടടുത്ത കച്ചിത്തുരുമ്പായാലും നമുക്കൊരു അപകടം വരും, നമ്മളതിൽ ചാടി പിടിക്കും. പക്ഷെ ആ പിടിച്ച സാധനം ഒരു ഉറപ്പുമില്ലാതെ വെറുതെ വെച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടി താഴെ പോയി ആർക്കും അവരെ രക്ഷിക്കാനും കഴിയില്ല. മറ്റൊരു കാര്യം, ഈ കസേര ഇട്ടിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും നമ്മൾ അപകടം മനസ്സിൽ വിചാരിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ. അതിൻ്റെ ഫ്രണ്ടിൽ വീതി എന്ന് പറയുന്ന സാധനമേ ഇല്ല. കുറച്ചുകൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ മാഡം വീണ ആ സ്ഥലത്ത് വീണ് കിടക്കുമെന്നേ ഉള്ളൂ, വലിയ അപകടം പറ്റൂല. ഇത് മാഡം താഴെ വന്ന് വീണ് അവർക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. അപ്പം ഒരു ഉയർന്ന സ്ഥലത്തുനിന്ന് താഴെ തലകുത്തനെയാണ് പോണ കണ്ടത്. അപ്പോൾ അവർക്ക് എന്തുമാത്രം ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി കാണും. അവരവരുടെ വീട്ടിൽ വരുമ്പോൾ അവരവരുടെ ആൾക്കാർക്കാണ് ആ വിഷമം ഉണ്ടാകുന്നത്. അവരുടെ മക്കൾക്ക് വളരെ അവരുടെ കുട്ടികളെ കാണുമ്പോൾ തന്നെ വളരെ സങ്കടാവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർ റിക്കവർ ചെയ്ത് വന്നു എന്ന് പറഞ്ഞാലും അവർക്ക് പറ്റിയ ക്ഷതം അത് ഒരു വലിയ ക്ഷതം തന്നെയാണ്. ചെറിയ വീഴ്ചയൊന്നും അല്ല വീണത്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കെട്ടുമ്പോൾ വിശിഷ്ട വ്യക്തികളല്ലാതെ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും ഓരോ മനുഷ്യ ജീവനും വളരെ വിലയുള്ളതാണ്. അത് അവരവരുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് അത് ഏറ്റവും വിലപിടിപ്പുള്ളത്. മറ്റുള്ളവർക്ക് ഒന്നും മനസ്സിലാവില്ല. കുറെ പേര് കളിയാക്കും, കുറെ പേര് പരിഹസിക്കും, രാഷ്ട്രീയത്തിന്റെ പേരിൽ പല പല പരിഹാസങ്ങൾ നടത്തും. എന്നാലും ഓരോ മനുഷ്യ ജീവനും വിലപ്പെട്ടതാണ്. വലിയവനായിരുന്നാലും ചെറിയവനായിരുന്നാലും, അതായത് ആരായിരുന്നാലും വ്യക്തികളെ ഗാലറിയിലൊക്കെ പിടിച്ചിരുത്തുമ്പോൾ അതുണ്ടാക്കുന്ന ശരിക്കും ബലമുള്ളതായിരിക്കണം എന്നുള്ളതാണ് പ്രധാന കാരണം. അത് നടത്തിപ്പുകാർ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അവർ ആ സ്ഥലത്ത് വന്ന് നോക്കണമായിരുന്നു, അതിന് കെട്ടുറപ്പുണ്ടോ നോക്കണമായിരുന്നു. അതിൻ്റെ വേലി പോലെ വെച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ട് താഴെ വീണു പോകുന്നത് ആയിരിക്കാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അത് വേണ്ടപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിച്ച് നല്ല ബലമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആൾക്കാരെ കയറ്റിയിരുത്താവൂ. ഒരു സാധാരണ ജനത്തിന് കയറ്റിയിരുന്ന സ്ഥലം ആണെങ്കിൽ പോലും അതിൻ്റെ കെട്ടുറപ്പ് മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും സർക്കസ് കൂടാരങ്ങളൊക്കെ കെട്ടാറുണ്ട്. അവിടെ ആയിരുന്നാലും അതിന് സാക്ഷ്യം കൊടുക്കുന്ന വ്യക്തികൾ അത് ഉറപ്പുള്ളതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കാവൂ. ഓരോ മനുഷ്യൻ്റെയും ജീവൻ വളരെ വിലപ്പെട്ടതാണ്. അത് അവരവർക്കും അവരവരുടെ കുടുംബത്തിനും. മറ്റുള്ളവർക്ക് ഒരു മനുഷ്യൻ്റെ ജീവനും ഒരു വിലയുമില്ല. അപ്പം മനുഷ്യരെ ആണ് ആ സ്ഥലത്ത് ഇരുത്തേണ്ടതെന്നുള്ള ബോധം പ്രത്യേകിച്ചും എല്ലാവർക്കും വേണം. ജീവനുള്ള ഏതെങ്കിലും ഒരു വസ്തു ആയിരുന്നാൽ പോലും ഓരോന്നിനും അതിൻ്റെതായ വിലയുണ്ട്. അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാവും. കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആർക്കും എന്തും പറയാൻ പറ്റും. പക്ഷെ ഇതുപോലെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ
ആ ആൾക്കാരെ ഇരുത്തേണ്ട സ്ഥലത്തിന് ഉറപ്പുണ്ടോ എന്നുള്ളതും കൂടി ഉറപ്പിക്കണം. അത് എന്നിട്ട് മാത്രമേ അതിനൊക്കെയുള്ള സാങ്ഷൻ നൽകാവൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നതിൽ വളരെ ദുഃഖം തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് അറിവുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരെന്ന് പറയുന്നവരും എല്ലാം ഉള്ള ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ വളരെ ഖേദിക്കുന്നു. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ.